വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകൾ ഉള്ളവർക്ക് ഈ വർഷം അത്ര നല്ലൊരു വർഷമാവാനുള്ള സാധ്യത കുറവാണ്. ടോട്ടൽ ലോസ് ആണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ 5 ആണ്. അതൊരു എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ അവിടെ ഒരു 5 എന്ന് പറയുന്ന എർത്ത് എലമെന്റ് വരുമ്പോൾ അവിടെ ഒരു ടോട്ടൽ ലോസിന് കാരണമാവുകയും അപ്പോൾ ആ ഒരു എനർജി അവിടെ നമുക്ക് കൂടുതൽ ദോഷകരമായി നിൽക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനിൽ ടൂൾസ് ഉണ്ട്. ആ ഒരു ടൂൾ വാങ്ങിച്ചിട്ട് ആ ദിക്കിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ഏഷ്യ ലൈവ് ടിവിയിലെ ഫംഗ്ഷി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് 2025 ഫെബ്രുവരി 4 തീയതി മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫംഗ്ഷുവിൽ എല്ലാ വർഷവും ഓരോ ദിക്കിലും ഓരോ നക്ഷത്രങ്ങൾ വരും. നക്ഷത്രങ്ങൾ വരുമെന്ന് പറയുന്നത് നിലവിലൊരു നക്ഷത്രം നിൽപ്പുണ്ട്. ആ നക്ഷത്രം ആ ദിക്കിൽ നിന്നും മാറി മറ്റൊരു ദിക്കിലേക്ക് എത്തുകയും ഈ ദിക്കിൽ പുതിയൊരു നക്ഷത്രം വരികയും ചെയ്യുന്നു. 9 നക്ഷത്രങ്ങളാണ് ഫംഗ്ഷനിലുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇതിൽ നല്ല നക്ഷത്രങ്ങളും ഉണ്ട്, മോശം നക്ഷത്രങ്ങളും ഉണ്ട്. അതായത് ഓരോ നക്ഷത്രത്തിൻ്റെയും സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എനർജി അത് വരുന്ന ദിക്കുകളിൽ പ്രകടമായി അത് കാണിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് 2025 ഫെബ്രുവരി 4 തീയതി മുതൽ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 5 ആണ്. അപ്പം ഓരോ നക്ഷത്രത്തിനും ഓരോ സ്വഭാവമുണ്ടെന്ന് പറഞ്ഞു. അതിൽ ഈ 5ന്റെ സ്വഭാവം എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുകൾ ഉള്ളവർക്ക് ഈ വർഷം അത്ര നല്ലൊരു വർഷമാവാനുള്ള സാധ്യത കുറവാണ്. ഇത് ഒരു വ്യക്തിയെ പേടിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ നേരത്തെ മനസ്സിലായി നമുക്കിപ്പോൾ ഈ ഭാഗത്ത് ഈ ഒരു നക്ഷത്രം വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട്. പരിഹാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ചില എലമെന്റുകളെ ബേസ് ചെയ്തിട്ടാണ് ഫെങ്ഷുയിൽ പരിഹാരങ്ങൾ പറയുന്നത്. ഒരു പഞ്ചഭൂതങ്ങളുടെ ഒരു സയൻസ് ഫെങ്ഷുയ്ക്കകത്തുണ്ട്. ഇത് വുഡ്, വാട്ടർ, മെറ്റൽ, എർത്ത്, ഫയർ, ഇത് 5മാണ് ഈ 5 എലമെന്റ്സ് ആയിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. അതിൽ ഓരോ ദിക്കിലും ഓരോ എലമെന്റ്സ് ഉണ്ടെന്നും ഈ പറയുന്ന 9 നക്ഷത്രങ്ങളും ഓരോ എലമെന്റുകളാണെന്നുള്ളതാണ് സത്യം. അപ്പം വന്നിരിക്കുന്ന വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ 5 ആണ്. അതൊരു എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ അവിടെ ഒരു 5 എന്ന് പറയുന്ന എർത്ത് എലമെന്റ് വരുമ്പോൾ അവിടെ ഒരു ടോട്ടൽ ലോസിന് കാരണമാവുകയും അപ്പോൾ ആ ഒരു എനർജി അവിടെ നമുക്ക് കൂടുതൽ ദോഷകരമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷനിൽ ഒരു ടൂൾസ് ഉണ്ട്. ആ ഒരു ടൂൾ വാങ്ങിച്ചിട്ട് ആ ദിക്കിൽ നിന്ന് കുറച്ച് മണ്ണെടുത്തിട്ട് ആ ഒരു സ്റ്റാറിനെ ലോക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദോഷത്തെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂൾസിന് കഴിയും. ഈ സ്റ്റാർ മാറിപ്പോകില്ല, പക്ഷേ ആ ദോഷത്തിൻ്റെ ഇത് കുറയും, കാഠിന്യം കുറയും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 6 റോഡ് വിൻചെയിമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കാം. പിന്നെ കേരളത്തിൽ നമുക്കറിയാം ഭൂരിഭാഗം വീടുകളിലും വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചൺ നിൽക്കുന്നത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിച്ചൺ നിൽക്കുമ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റാർ 5 ആണ്. അതൊരു എർത്ത് എലമെന്റ് ആണ്. അപ്പോൾ ഈ എർത്ത് എലമെന്റിനെ നശിപ്പിക്കാനായിട്ട് നമ്മൾ മെറ്റൽ എനർജി ഉപയോഗിക്കുന്ന സമയത്ത് ഈ അവിടെ അതിനെ എർത്ത് എലമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എലമെന്റ് എന്ന് പറയുന്നത് ഫയർ എലമെന്റ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ അഗ്നി ഉപയോഗിക്കുമ്പോൾ ആ ദോഷങ്ങൾ അവിടെ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വടക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള ഉള്ളവർ ഈ വർഷം ഒന്ന് ശ്രദ്ധിക്കുക. ഉറപ്പായിട്ടും ഒരു 6 റോഡ് വിൻചെയിം എങ്കിലും ആ ഭാഗത്ത് ഹാങ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി ഫെങ്ഷുയുടെ ചില ടൂളുകളിലേക്ക് പോകാം. നമ്മളൊരു 2-3 രീതിയിലാണ് ഫെങ്ഷു ബാലൻസ് ചെയ്യുന്നത്. ഒന്ന്, ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങളെ ബേസ് ചെയ്തിട്ട് അതിനെ കൂടുതൽ ഗുണങ്ങൾ കിട്ടാനും അല്ലെങ്കിൽ ആ ദോഷത്തിൻ്റെ വീര്യം കുറയ്ക്കാനും വേണ്ടിയിട്ട് ചെയ്യുന്നു. 2 പറയുന്നത് ഓരോ സിംബോളിക്കായിട്ടുള്ള ടൂളുകളുണ്ട്. അത് നമ്മുടെ ലിവിങ് റൂമിൽ അതാത് സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എനർജി നമ്മുടെ വീട്ടിലേക്കും വ്യക്തികളിലേക്കും അത് കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില ടൂളുകൾ നമുക്ക് പരിചയപ്പെടാം. ഇത് 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ വർഷം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ദോഷത്തെ കുറയ്ക്കാനായിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും. ഇത് ഒരു പഗോഡ ടവർ ആണ്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റിലോ അതല്ലെങ്കിൽ സ്റ്റഡി ടേബിളിന്റെ നോർത്ത് ഈസ്റ്റിലോ ഇത് സ്ഥാപിക്കാവുന്നതാണ്. ഇത് ക്രിസ്റ്റൽ ഗ്ലോബ് ആണ്. ഇതും വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾ തന്നെയാണ്. ഇതും നമുക്ക് ഈ പറഞ്ഞതുപോലെ ലിവിംഗ് റൂമിന്റെ നോർത്ത് ഈസ്റ്റിലോ അതല്ലെന്നുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികളുടെ ടേബിളിന്റെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.